അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അദാനിക്ക് നമ്മുടെ SBI അടക്കം വൻതോതിൽ കോടിക്കണക്കിന് രൂപ കടം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ സന്ദർശനം നടത്തി തൊട്ട് പിന്നാലെയാണ് അദാനിക്ക് അവിടെ ഒരു വലിയ ഖനി കരാർ കിട്ടുന്നത്. ആ കോൺട്രാക്ട് എടുക്കാൻ അദാനി SBIയിൽ നിന്ന് കോടാനുകൂടി എടുത്തിട്ടുണ്ട്. അദാനി ഒരു ദിവസം കള്ളത്തരത്തിലുണ്ടാക്കിയ മൂല്യം വെച്ചാണ് അദാനി ഇതിന് മുഴുവൻ ഉണ്ടാക്കിയത്. വ്യാജ ആധാരം വെച്ച് നമ്മൾ എടുക്കുന്നു, ഒരു ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നു. ആധാരത്തിന് അതിൻ്റെ കൃത്യമായ ഭൂമിയില്ല എന്ന് വന്നാൽ ബാങ്ക് പൂട്ടിപ്പോത്തേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നം, ഈ സെബിയുടെ തലപ്പത്തിരിക്കുന്ന മാധബി പുരി ബുച്ച് എന്ന് പറയുന്ന വനിത, അവർക്ക് അദാനി കമ്പനിയുമായി ബന്ധമുണ്ട് എന്നാണ്. അദാനിയുടെ മൗറീഷ്യസിലെ ഷെൽ കമ്പനിയുമായി അവർക്ക് ബന്ധമുണ്ട്. അവർ 2015 അവരും അവരുടെ ഭർത്താവും വിദേശത്തായിരിക്കുന്ന സമയത്ത് സിംഗപ്പൂരിലായിരിക്കും. അന്ന് അവർക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, ഇന്ത്യയിലെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമല്ല. അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അവരേതാണ്ട് ഒരു $7.5 ലക്ഷത്തോളം അവിടെ മൗറീഷ്യസിലെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുവരെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ കമ്പനിയുടെ മൊത്തം ഇടപാടുകൾ നോക്കിക്കൊണ്ടിരുന്ന അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അദാനി കമ്പനിയിലെ പ്രധാനിയായ ഒരാളായിരുന്നു. അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിക്ക് വലിയ തോതിലുള്ള മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റുള്ള കമ്പനിയിലാണ് ഇവർക്കും നിക്ഷേപം ഉണ്ടായിരുന്നത്. 2017 മാധവ് പുരി ബുച്ച് ഇവിടെ നമ്മുടെ സെബിയുടെ അംഗമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം അവർ കമ്പനിയോട് ആവശ്യപ്പെടുന്നുണ്ട്, ഇത് ജോയിൻ്റ് അക്കൗണ്ടാണ് ഞാനും ഭർത്താവും തമ്മിലുള്ളത്, എന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെടുന്നു. മെയിൽ ചെയ്യുന്നു, അവരൊഴിവാക്കുന്നു. അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരൊഴിവാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ തുക വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുന്നു. തുക വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും ഇവർ കത്തയക്കുന്നത് ഇവരുടെ സ്വന്തം പേഴ്സണൽ ID യിൽ നിന്നാണ്. അപ്പോൾ അത് ഈ സെബിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു വനിത മൗറീഷ്യസിലെ അദാനിക്ക് ബന്ധമുള്ള, അദാനിക്ക് സ്വാധീനമുള്ള കമ്പനികളുമായി ഉള്ള ഇടപാടുകളിൽ നിരന്തരമായി അവരുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിലും ചെയറിലും ഇരുന്നുകൊണ്ട് ആശയവിനിമയം നടത്തുന്നു. അവർക്കറിയാം എന്താണ് നടക്കുന്നത്, ഈ കമ്പനികളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്, ഈ കമ്പനിയിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേജർ ഷെയർ വരുന്നത് ബർമുഡയിൽ നിന്നാണ്. ഇടപാടുകളെക്കുറിച്ച് മുഴുവൻ അറിയാവുന്ന, അതിനകത്ത് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ ഇപ്പുറത്ത് ഈ കസേരയിലും ഇരിക്കുകയാണ്. അങ്ങനെ ഒരാൾ അദാനിക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങളുടെ തലപ്പത്തിരിക്കുന്നത് ശരിയാണോ? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് അവർ മാറി നിൽക്കണമെന്നാണ് ഇതിൽ ഏറ്റവും ന്യായമായ ആവശ്യം. ഈ ആവശ്യം പക്ഷേ പരിഗണിക്കാൻ ഭരണകൂടം തയ്യാറല്ല. ഈ ആവശ്യത്തിന്മേൽ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ എടുക്കാൻ ഭരണകൂടം തയ്യാറല്ല. എല്ലാവർക്കും കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അന്വേഷണം വേണം എന്നതാണ് ആവശ്യം. അതെടുക്കാൻ അവർ തയ്യാറല്ല. നമുക്കറിയാം, അദാനിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രശ്നം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ BJP മുന്നിട്ടിറങ്ങി അദാനിയെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അദാനിയെ ആക്രമിക്കുന്നത് ഇന്ത്യയിലെ വൻകിട വ്യവസായികളെ ആക്രമിച്ച് തകർക്കാനും, ഇന്ത്യൻ സമ്പദ്ഘടന തകർക്കാനും, ഇന്ത്യയിലെ ഓഹരി മൂല്യം തകർക്കാനും, ഈ കമ്പനികളുടെ ഓഹരി മൂല്യം ഇടിച്ച് ചുളുവിലയ്ക്ക് വാങ്ങിക്കാനുള്ള വലിയ വിദേശികളുടെ പ്രോജക്റ്റാണെന്നാണ്. ഹിൻഡൻബർഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹിൻഡൻബർഗ് ഇന്ത്യയിലെ സമ്പദ്ഘടനയെ തകർക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പണിയെടുക്കുന്ന ഒരു സ്ഥാപനമല്ല. അവർ അമേരിക്കൻ കമ്പനികൾക്കെതിരെ ഇത്തരം വിസിൽ ബ്ലോവർ സംഗതികളും അല്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സും പുറത്തുവിട്ടിട്ടുണ്ട്. ചൈനയിലെ കമ്പനികൾക്കെതിരെ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലും നമ്മൾ നോക്കുക, ഈ ഹിൻഡൻബർഗ് അവരുടെ റിപ്പോർട്ട്സ് പുറത്തുവിട്ടപ്പോൾ അതത് ഭരണകൂടങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ സമീപിക്കുകയും പലയിടത്തും സീരിയസ് ആയ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവുകയും ചെയ്തു. ഇവിടെ മാത്രം നമ്മൾ ഭാരതം, രാജ്യം, രാജ്യരക്ഷ, രാജ്യസ്നേഹം പോലെയുള്ള ഡിഫൻസുകൾ ആദ്യം എടുത്തു വയ്ക്കുകയാണ്. ഒരു വൻകിട വ്യവസായി കോടാനുകോടി രൂപ തട്ടിക്കുന്നുണ്ടോ, സർക്കാരിനെ പറ്റിക്കുന്നുണ്ടോ, നിഴൽ കമ്പനികൾ വഴി ഇവിടേക്ക് ചോർത്തുന്നുണ്ടോ, അതായത് ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി 75% ഒഴികെ ബാക്കി മുഴുവൻ പൊതുമാർക്കറ്റിൽ വെച്ചിരിക്കണമെന്ന വ്യവസ്ഥയുള്ളപ്പോൾ അതിൽ കൂടുതൽ അദാനി അഹിത വഴികളിലൂടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇതൊന്നും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എന്നതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അന്ന് പാർലമെൻറ്റിൽ ഒരു നെടുനീളൻ ചോദ്യാവലിയാണ് മോദിക്ക് മുമ്പിലേക്ക് വെച്ചത്. എന്നിട്ടൊരു ഫോട്ടോ ഉയർത്തി കാണിക്കുന്നുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദാനിക്കൊപ്പം നിങ്ങൾ സഞ്ചരിച്ചത് പോയത് എവിടെയൊക്കെ, നിങ്ങൾ പോയതിന് ശേഷം അദാനിക്ക് ഏതൊക്കെ രാജ്യങ്ങൾ കരാർ കിട്ടി, നിങ്ങൾ പോയി വന്നതിന് ശേഷം തൊട്ട് പിന്നാലെ അദാനി ആ രാജ്യങ്ങൾ സന്ദർശിച്ച രാജ്യങ്ങൾ ഏതൊക്കെ. ഈ ചോദ്യങ്ങൾ മുഴുവൻ കൃത്യമായി വെച്ച് 7 ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രി 1.5 മണിക്കൂർ നീണ്ട പ്രസംഗം നടത്തി. അദ്ദേഹം ഒരിടത്തും അദാനി എന്ന വാക്ക് പരാമർശിച്ചതെന്ന് മാത്രമല്ല ഒരു ഉത്തരവ് അതിനെക്കുറിച്ച് പറഞ്ഞുമില്ല. JPC എന്ന് പറഞ്ഞ അന്വേഷണ ആവശ്യം, ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അന്വേഷണ ആവശ്യം സർക്കാർ നിരാകരിക്കുകയാണ്. ഒരു അദാനിയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാവുന്നു എന്ന് പറഞ്ഞാൽ, അദാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അദാനിക്ക് നമ്മുടെ SBI അടക്കം വൻതോതിൽ കോടിക്കണക്കിന് രൂപ കടം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ സന്ദർശനം നടത്തി തൊട്ട് പിന്നാലെയാണ് അദാനിക്ക് അവിടെ ഒരു വലിയ ഖനി കരാർ കിട്ടുന്നത്. ആ കോൺട്രാക്ട് എടുക്കാൻ അദാനി SBIയിൽ നിന്ന് കോടാനുകൂടി എടുത്തിട്ടുണ്ട്. അദാനി ഒരു ദിവസം കള്ളത്തരത്തിലുണ്ടാക്കിയ മൂല്യം വെച്ചാണ് അദാനി ഇതിന് മുഴുവൻ ഉണ്ടാക്കിയത്. വ്യാജ ആധാരം വെച്ച് നമ്മൾ എടുക്കുന്നു, ഒരു ബാങ്കിൽ നിന്ന് പൈസ എടുക്കുന്നു. ആധാരത്തിന് അതിൻ്റെ കൃത്യമായ ഭൂമിയില്ല എന്ന് വന്നാൽ ബാങ്ക് പൂട്ടിപ്പോത്തേ ഉള്ളൂ അല്ലേ, ബാങ്ക് കുത്തുവാളെടുക്കത്തേ ഉള്ളൂ. സമാനമായ അപകടാവസ്ഥ ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കുകളെ സംബന്ധിച്ച് അദാനിയുടെ കച്ചവടത്തിനകത്തുണ്ട്. അതുകൊണ്ട് ശരിയാവണ്ണം ഇതിനകത്ത് അന്വേഷണം നടത്തി ഈ തെറ്റായ പ്രവണതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും സർക്കാരിൻ്റെ ബാധ്യതയുണ്ട്.
ചെയ്യുമെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം അദാനി ആരാണെന്നും അദാനി ആർക്കാണ് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് നന്നായി അറിയാം.